നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഞ്ജയ് കൗളിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്ത് നീക്കിയില്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് തലവേദനയാകും. മുഖ്യമന്ത്രിയുടെ മരുമകന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരാൾക്ക് 3 വോട്ടർ ID സഞ്ജയ് കൗൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. മരുമകന്റെ മണ്ഡലത്തിൽ കയറി കളിച്ചതാണ് CPMന് പണിയായത്. ഒരാൾക്ക് 3 വോട്ടർ ID കാർഡ് കണ്ടെത്തിയ സംഭവത്തിൽ 2 ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും ഒരു ബൂത്ത് ലെവൽ ഓഫീസറെയും സസ്പെൻഡ് ചെയ്യാനാണ് ഓഫീസർ തീരുമാനിച്ചത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ റിപ്പോർട്ടാണ് സഞ്ജയ് കൗൾ നടപ്പാക്കിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം വോട്ടർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനും സാധ്യതയുണ്ട്. കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിലെ 24-ാം ബൂത്തിലെ ഷാഹിർ ഷാഹുൽ ഹമീദിനാണ് 3 കാർഡ് ലഭിച്ചത്. പ്രവാസിയാണ് ഷാഹിർ. 4 വർഷം മുൻപ് ഇദ്ദേഹത്തിന്റെ പിതാവ് 2 തവണ കാർഡിനായി അപേക്ഷ നൽകി. നാട്ടിലെത്തിയ ഷാഹിർ വീണ്ടും അപേക്ഷ നൽകി. ഇക്കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് 3 കാർഡുകൾ ലഭിച്ചത്. ഒരാൾ ഒരിക്കലും 3 കാർഡിന് അപേക്ഷിക്കില്ല. ഇതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംശയത്തിനിട നൽകിയത്. പ്രത്യക്ഷത്തിൽ ഈ സംഭവത്തിൽ ഒരു തട്ടുകേടുമില്ല. എന്നാൽ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത് കള്ളവോട്ടുകളുടെ പിൻബലത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശ് ജയിച്ചത് കള്ളവോട്ടുകൾ കണ്ടെത്തി തടഞ്ഞതുകൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത തീരെ കുറവായതിനാൽ വലിയ ഹോംവർക്ക് നടത്തിയാണ് ഇടതുമുന്നണി ഇലക്ഷൻ നേരിടുന്നത്. സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാർ ആയതിനാൽ സ്വാധീനിക്കാൻ എളുപ്പമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള BLOമാരിൽ ഭൂരിപക്ഷം പേരും ഇടതുമുന്നണിയുടെ പ്രവർത്തകരാണ്. തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ചേർക്കാനും തങ്ങളുടേതല്ലാത്ത വോട്ടുകൾ വെട്ടിമാറ്റാനും ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷനാകട്ടെ ഇതൊന്നും അറിയാറ് പോലുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത് ഇടതുമുന്നണിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് മാത്രമാണ് ഇടതിന് ലഭിച്ചത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കൈപ്പൊള്ളി ഇടത് സർക്കാർ ഏത് വിധേനയും ഇത്തവണ 10 സീറ്റ് എങ്കിലും കരസ്ഥമാക്കണം എന്നാണ് ഉദ്ദേശം. എന്നാൽ ഇടതുമുന്നണി സർക്കാരിന്റെ ഇമേജ് മോശമായത് കാരണം ഇടതുമുന്നണിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം സീറ്റുകൾ ലഭിക്കില്ലെന്ന ചിന്തയാണുള്ളത്. അതുകൊണ്ടാണ് വിവിധ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ടർമാർക്ക് 3ഉം 4ഉം ID കാർഡുകൾ ഉണ്ടാക്കുന്നത്. കള്ളവോട്ടിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന്റെ പേരിൽ CPMന് കൈപൊള്ളിയപ്പോൾ അതേ കുറ്റകൃത്യത്തിന് CPM ലീഗിനെ പ്രതിയാക്കി. കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഇരുമുന്നണികളും മോശമല്ലെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ നടക്കുന്ന ഇത്തരം കള്ളക്കളികൾ പിടിക്കപ്പെട്ടാലും നിയമത്തിന്റെ പിടിവള്ളി ഉപയോഗിച്ച് കുറ്റവാളികൾ രക്ഷിക്കും. ലീഗിന്റെ കള്ളവോട്ട് വീഡിയോ ബൂത്ത് പിടുത്തം ഗുണ്ടായിസം കാണുക എന്ന തലക്കെട്ടിൽ CPM പുറത്തുവിട്ട കള്ളവോട്ട് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കാലത്ത് വൈറലായി. ഉദുമ മണ്ഡലത്തിലെ പള്ളിക്കര 126-ാം നമ്പർ ബൂത്തിലെ കള്ളവോട്ട് തടഞ്ഞ പ്രിസൈഡിംഗ് ഓഫീസറെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും ലീഗിന്റെ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അന്ന് പ്രചരിച്ചത്. ഗൾഫിലുള്ള അനിയന്റെ വോട്ട് ചെയ്യാൻ ജ്യേഷ്ഠൻ വന്നപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇതുപോലെ ആയിരക്കണക്കിന് വോട്ടറാണ് കാസർഗോഡ് ലീഗ് ചെയ്തതെന്ന് CPM ആരോപിച്ചു. ഉംറയ്ക്ക് പോയവരുടെ വോട്ടും ഗൾഫിൽ വൊക്കേഷൻ ടൂർ പോയവരുടെ ജോലി ചെയ്യുന്നവരുടെയും ഉൾപ്പെടെയുള്ള വോട്ടുകളാണ് ഇതുപോലുള്ള കള്ളവോട്ടായി ചെയ്തിട്ടുള്ളത്. കാസർഗോട്ടെ വ്യവസായി ലീഗ് നേതാവുമായ മാന്യന്റെ പണം വാങ്ങി ഓപ്പൺ വോട്ട് കള്ളവോട്ടാക്കി ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടെന്നും CPM ആരോപിക്കുന്നു. മാധ്യമങ്ങൾ നൽകിയില്ലെങ്കിൽ ലീഗിന്റെ ബൂത്ത് പിടുത്തങ്ങൾ തങ്ങൾ തുറന്നു കാണിക്കുമെന്നും അതിനായി നാം സ്വയം മാധ്യമമാവണമെന്നും CPM അണികൾക്ക് നിർദ്ദേശം നൽകി. വീഡിയോയിൽ ഒരിടത്തും പോസ്റ്റ് ഇടുന്നത് CPM ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നും CPM ക്യാമ്പാണ് പോസ്റ്റിന് പിന്നിലെന്ന് വ്യക്തമായി. മലബാറിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓരോ സ്ഥാനാർത്ഥി ജയിക്കുമ്പോഴും അത് തങ്ങളുടെ പാർട്ടിയുടെ മികവാണെന്ന് അവർ അവകാശപ്പെടും. എന്നാൽ കള്ളവോട്ടാണ് ജയത്തിന് പിന്നിലെ താരമെന്ന് ആരും മനസ്സിലാക്കാറില്ല. കള്ളവോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സഹായിക്കാറാണ് പതിവ്. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയമിക്കപ്പെടുന്നത് ഇടതുപക്ഷ സഹയാത്രികരായ ഉദ്യോഗസ്ഥരെയാണ്. ഇതിനെ ഇരുമ്പുമറയാക്കിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് അതത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാരാണ്. ഫലത്തിൽ റവന്യൂ വകുപ്പാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വന്തം ഉദ്യോഗസ്ഥരെ കളക്ടറേറ്റുകൾ നിയമിക്കാറുണ്ട്. ഇവരാണ് ഇലക്ഷൻ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. കള്ളവോട്ട് ചെയ്യേണ്ട കേന്ദ്രങ്ങളിൽ സ്വന്തം ഉദ്യോഗസ്ഥരെ അയക്കാൻ ഇത്തരക്കാർ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് കള്ളവോട്ട് നടന്നാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നത്. UDF ആണ് ഭരണത്തിലുള്ളതെങ്കിൽ അവരും ഇത്തരത്തിൽ പെരുമാറാറുണ്ട്. ഇത്തരം കള്ളക്കളികൾ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടാലും അവർക്ക് നടപടിയെടുക്കാൻ കഴിയാറില്ല. CPMനെതിരെ കളിച്ചാൽ അവൻ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കള്ളവോട്ട് വീഡിയോ പുറത്തുവിടും. അതുകൊണ്ട് തന്നെ കള്ളവോട്ട് കേരളത്തിൽ പിടിക്കപ്പെടില്ല. പിടിക്കപ്പെടണമെന്ന അവസ്ഥ സംജാതമായാൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ആദ്യം കള്ളവോട്ടിന്റെ പേരിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് പിന്നീട് പിന്മാറിയത് ഇതേ കാരണത്താലാണ്. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. അതാണ് ഓപ്പൺ വോട്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 2 തവണ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി എന്ന പേരിൽ ഒരു നടപടിക്കും സാധിക്കും.
സാധ്യമല്ല. ഇതാണ് പാർട്ടികളുടെ പിടിവള്ളി. MV ജയരാജൻ പറയുന്നതിന്റെ ധ്വനിയും ഇത് തന്നെയാണ്. തെളിവെന്ന പേരിൽ എന്തൊക്കെ പുറത്തു വന്നാലും ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ നിസ്സഹായരാണ്. ഇലക്ഷന്റെ കേളികേട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യാജ ID കാർഡ് പിടിച്ചു തുടങ്ങിയത് CPM-നെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ അതിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം വേണം. സഞ്ജയ് കൗൾ ദീർഘകാലം സംസ്ഥാനത്ത് ധനകാര്യ സെക്രട്ടറി എന്ന ആളാണ്. മലയാളി അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിലെ സർക്കാരിനെയും ഭരണാധികാരികളെയും കണ്ടതായി നടിക്കേണ്ടതില്ല. പൊതുവെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ് സഞ്ജയ്. സത്യസന്ധമായും സുതാര്യമായും ഇലക്ഷൻ നടത്തണമെന്ന ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായി ഇടപെടുന്നത്. കാലാകാലങ്ങളായി ഇടതുമുന്നണി കള്ളവോട്ട് ചെയ്യാൻ മിടുക്കന്മാരാണ്. അതിന് പണി പലവട്ടം കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ പഠിച്ചിട്ടില്ല. CPM പറയുന്നത് ഏറ്റവും വലിയ കള്ളവോട്ടുകൾ മുസ്ലിം ലീഗാണെന്നാണ്. എന്നാൽ ലീഗിനെ കടത്തിവെട്ടുന്ന കള്ളവോട്ടുകാരാണ് ഇടതുമുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടതിന്റെ സ്ഥിതി പരിങ്ങലിലായതിനാൽ കള്ളവോട്ടുകളുടെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഞ്ജയ് കൗൾ ഇതിന് കൂട്ടുനിൽക്കണമെന്നും ഉറപ്പില്ല. ഏതായാലും സഞ്ജയ് കൗളിനെ നിരീക്ഷിക്കാൻ CPM അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വ്യാജ ID എവിടെ കണ്ടാലും പിടികൂടാൻ സഞ്ജയ് കൗളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ത് സംഭവിക്കാവുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ കേരളത്തിലുള്ളത്.